നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. UDF അധികാരത്തിലെത്തിയാൽ പ്രഥമ പരിഗണന മലയോര മേഖലയിലെ ജനങ്ങളുടെ പ്രശ്നപരിഹാരമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എനിക്ക് മുമ്പ് സംസാരിച്ച നേതാക്കന്മാർ എല്ലാവരും കൈക്കൂലി വാങ്ങുന്നതിനിടെ അതിരപ്പള്ളിയിൽ വില്ലേജ് ഓഫീസർ വിജിലൻസിന്റെ പിടിയിലായി. വനംവകുപ്പിലെ മധ്യമേഖലയുടെ കീഴിൽ വരുന്ന ഉന്നത ഉദ്യോഗസ്ഥർക്ക് വന്യജീവി സംരക്ഷണ ഭേദഗതി നിയമം 2022 സംബന്ധിച്ച് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ചാലക്കുടി നഗരസഭയും പൗലോസ് താക്കോൽക്കാരൻ ഫൗണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പൗലോസ് താക്കോൽക്കാരന്റെ 32ാം ചരമവാർഷിക അനുസ്മരണം ഞായറാഴ്ച. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. UDF അധികാരത്തിലെത്തിയാൽ പ്രഥമ പരിഗണന മലയോര മേഖലയിലെ ജനങ്ങളുടെ പ്രശ്നപരിഹാരമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മലയോര സമരജാഥയ്ക്ക് ചായപ്പൻകുഴിയിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. മറ്റ് സംസ്ഥാനങ്ങളിൽ വന്യജീവി ആക്രമണത്തിന് തടയിടാൻ ആധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ കേരള സർക്കാർ ഇതൊന്നും അറിഞ്ഞ മട്ടില്ലെന്ന സ്ഥിതിയിലാണ്. കേരളത്തിലെ മലയോര മേഖലയിൽ ജനജീവിതം അസാധ്യമായിരിക്കുകയാണ്. മലയോര മേഖലയിൽ ജനത്തിന് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ്. കേരളത്തിൽ വന്യജീവി ആക്രമണത്തിൽ 1000-ഓളം പേർ മരിച്ചു. വന്യജീവി ആക്രമണത്തിൽ പരിക്കേറ്റ 4000-ഓളം പേർക്ക് ചികിത്സയ്ക്ക് ചില്ലിക്കാശ് സർക്കാർ നൽകിയിട്ടുമില്ല. കേന്ദ്രത്തിന്റെ വന്യജീവി നിയമത്തിൽ ഭേദഗതികൾ കൊണ്ടുവരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷനായി. UDF നേതാക്കളായ MM ഹസൻ, ബെന്നി ബെഹനാൻ MP, ഷിബു ബേബി ജോൺ, ഷാനിമോൾ ഉസ്മാൻ, അനൂപ് ജേക്കബ്, PC തോമസ് ഉണ്ണിയാടൻ, അഡ്വക്കേറ്റ് CG ബാലചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. എനിക്ക് മുമ്പ് സംസാരിച്ച നേതാക്കന്മാർ എല്ലാവരും വിശദമായി പറഞ്ഞു. ഞാനൊന്നും ആവർത്തിക്കുന്നില്ല. മലയോരത്ത് മുഴുവൻ ഭീതിയാണ്, സങ്കടങ്ങളാണ്, പുറത്തിറങ്ങാൻ പേടിയാണ്. വയനാട്ടിൽ ചെന്നപ്പോൾ ബത്തേരിയിൽ പറഞ്ഞു 5 കടുവയാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. എങ്ങനെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകും? പുല്ല് പറിക്കാൻ പോകാൻ പറ്റുന്നില്ല. കൃഷി നശിച്ചിട്ട് പശുവിനെ കറന്നാണ് ജീവിക്കുന്നത്. പശുവിനെ കറന്ന പാല് കൊണ്ടുപോയി സൊസൈറ്റിയിൽ കൊടുക്കാൻ പറ്റുന്നില്ല. ആശുപത്രിയിൽ പോകാൻ പറ്റുന്നില്ല. വയനാട്ടിൽ മാത്രം 9 പേരെ കടുവ കൊന്നു. ആറളം ഫാമിൽ 17 പേരെ ആന ചവിട്ടിക്കൊന്നു. ഇവിടെ പറഞ്ഞല്ലോ 60,000-ത്തിലധികം വന്യജീവി ആക്രമണങ്ങൾ കേരളത്തിലുണ്ടാകും. ഈ 6-7 കൊല്ലത്തിനുള്ളിൽ 1000-ത്തിലധികം പേർ മരിച്ചു. 8,000-ത്തിലധികം പേർക്ക് ഗുരുതരമായ പരിക്കേറ്റു. ഇവിടെ കണ്ടല്ലോ, കണ്ണ് നഷ്ടപ്പെട്ട ഉൾപ്പെടെ നിരവധി ആളുകളാണ് ഗുരുതരമായി പരിക്കേറ്റത്. നമുക്ക് 29.1% വനമാണ് കേരളത്തിൻ്റെ ഭൂവിസ്തൃതി. ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ്. അത് സംരക്ഷിക്കണം. പക്ഷെ പിന്നെന്തിനാ വനം? ജനവാസ കേന്ദ്രങ്ങൾ വീണ്ടും വനമാക്കാൻ പോകുന്നു. അത് പാടില്ല. ബഫർ സോൺ, കേരളത്തിലെ പല പട്ടണങ്ങളും ബഫർ സോണിലാണ്. അത് വനമായി മനുഷ്യരെ കൊണ്ടുപോകും. ജീവിക്കാൻ നിവർത്തിയില്ല. ആ സാഹചര്യത്തിലാണ് ജാഥ തുടങ്ങുന്നത്. ഇവിടെ കൺവീനർ പറഞ്ഞു പരിഹാരമുണ്ടാക്കാൻ പരമാവധി സമ്മർദ്ദം ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട. ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ തിരിച്ചു വരുമ്പോൾ ഒന്നാമത്തെ പ്രയോറിറ്റി, മുൻഗണന മലയോരത്തെ ജനങ്ങളുടെ സങ്കടങ്ങളായിരിക്കും. കാർഷിക മേഖല തകർന്നതും ബഫർ സോൺ പ്രശ്നവും ഭൂമി പ്രശ്നങ്ങളും പട്ടയം
ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് പ്രശ്നങ്ങൾ. കൈക്കൂലി വാങ്ങുന്നതിനിടെ അതിരപ്പള്ളിയിൽ വില്ലേജ് ഓഫീസർ വിജിലൻസിന്റെ പിടിയിലായി. അതിരപ്പള്ളി വില്ലേജ് ഓഫീസർ KL ജൂഡാണ് പിടിയിലായത്. ROR സർട്ടിഫിക്കറ്റ് നൽകുന്നതിനാണ് ഇയാൾ 3000 രൂപ കൈക്കൂലി വാങ്ങിയത്. 2 ദിവസം മുമ്പ് പരാതിക്കാരൻ ROR സർട്ടിഫിക്കറ്റിനായി ഇയാളെ സമീപിച്ചിരുന്നു. സർട്ടിഫിക്കറ്റ് നൽകണമെങ്കിൽ 3000 രൂപ കൈക്കൂലി വേണമെന്ന് വില്ലേജ് ഓഫീസർ ആവശ്യപ്പെട്ടു. ഇതോടെ പരാതിക്കാരൻ തൃശൂർ വിജിലൻസ് DYSP ജിം പോളിനെ സമീപിക്കുകയായിരുന്നു. വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം പരാതിക്കാരൻ വില്ലേജ് ഓഫീസറെയും കൂട്ടി വാഹനത്തിൽ സ്ഥല പരിശോധനയ്ക്ക് പോയി. തിരികെ ഓഫീസിലെത്തിയതോടെ പരാതിക്കാരനിൽ നിന്നും 3000 രൂപ കൈക്കൂലി വാങ്ങുകയായിരുന്നു. പുറകെ എത്തിയ വിജിലൻസ് സംഘത്തിനെ കണ്ട് വില്ലേജ് ഓഫീസർ പണം സോക്സിനുള്ളിൽ ഒളിപ്പിച്ചു. ഒടുവിൽ ദേഹപരിശോധനയിലാണ് കൈക്കൂലി പണം കണ്ടെടുത്തത്. ജൂഡ് നേരത്തെയും കൈക്കൂലി കേസിൽ പിടിയിലായിട്ടുണ്ട്. കാസർഗോഡ് ജോലി ചെയ്യുമ്പോൾ കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായ ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമാണ് ഇപ്പോൾ വീണ്ടും കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായത്. മുമ്പ് വടമ വില്ലേജ് ഓഫീസറായിരുന്നു. അപ്പോൾ അവിടെ കറപ്ഷനുള്ള കാര്യം നമുക്കറിയാമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളറിഞ്ഞത് കാസർഗോഡ് ഒരു കേസിൽ ട്രാക്ക് കേസിൽ 1ാം പ്രതിയായിരുന്നു. അദ്ദേഹത്തിന് നമ്മൾ ഒബ്സർവ് ചെയ്തിരുന്നു. സ്ഥിരമായിട്ട് ഒബ്സർവേഷൻ നടത്തുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് പരാതിക്കാരൻ വന്നു നമ്മൾ ട്രാപ്പ് സെറ്റ് ചെയ്തു. റെക്കോർഡ് ഓഫ് റൈറ്റ്സ് ഒരു ROR സർട്ടിഫിക്കറ്റ്. ആ സർട്ടിഫിക്കറ്റിന് 3000 രൂപ കൈക്കൂലിയായിട്ട് ആവശ്യപ്പെട്ടു. ഇന്നിപ്പോൾ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ കൊടുക്കാത്ത സേവനങ്ങളില്ല വില്ലേജ് ഓഫീസിൽ. അപ്പോൾ അത്തരത്തിലുള്ളൊരു റിയാക്ഷനാണ് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അദ്ദേഹം നമ്മൾ വന്നു കാറിൽ കൂട്ടിക്കൊണ്ടുപോയി സൈറ്റ് ഇൻസ്പെക്ഷന്. അതിനുശേഷം തിരിച്ചു വന്നു. പരാതിക്കാരൻ പൈസ ചോദിച്ചു. പൈസ കൊടുത്ത് നമ്മൾ പുറകെ എത്തുമ്പോഴേക്കും അദ്ദേഹം അത് സോക്സിൽ ഒളിപ്പിച്ചു. പൈസ ശരീര പരിശോധന നടത്തി സോക്സിൽ നിന്ന് നമ്മൾ പണം കണ്ടെത്തി. നമ്മൾ പരാതിക്കാരൻ കൊടുത്ത പണം കണ്ടെത്തി. ഇത് ഗസറ്റ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. 2 ഗസറ്റ് ഉദ്യോഗസ്ഥരുണ്ട്. ആദ്യത്തെ കേസിൽ ജാമ്യത്തിലിറങ്ങി. രണ്ടാമത്തെ കേസാണ്. ആദ്യത്തെ കേസിൽ ജാമ്യത്തിലിറങ്ങി കാസർഗോഡ്. അതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ കളക്ട് ചെയ്ത് വരുന്നുള്ളൂ. അയച്ചു തരാമെന്ന്. പല വിദേശ രാജ്യങ്ങളിലും അധികരിക്കുന്ന വന്യമൃഗങ്ങളെ ഉന്മൂലനം ചെയ്യാൻ നിയമമുള്ളതുപോലെ ഇവിടെയും നിയമം കൊണ്ടുവരുന്നതിന് പരിശ്രമിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവിന് നിവേദനം നൽകി. കോൺഗ്രസ് പരിയാരം ബ്ലോക്ക് കമ്മിറ്റി ജനറൽ സെക്രട്ടറി KM ജോസിന്റെ നേതൃത്വത്തിലാണ് 500-ലധികം പേർ ഒപ്പിട്ട നിവേദനം പ്രതിപക്ഷ നേതാവിന് നൽകിയത്. മലയോര സമരജാഥയുമായി ചായ്പൂരിലെത്തിയപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന് നിവേദനം നൽകിയത്. വനം വകുപ്പിലെ മധ്യമേഖലയുടെ കീഴിൽ വരുന്ന ഉന്നത ഉദ്യോഗസ്ഥർക്ക് വന്യജീവി സംരക്ഷണ ഭേദഗതി നിയമം 2022 സംബന്ധിച്ച പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. തൃശൂർ മധ്യമേഖലാ കാര്യാലയത്തിലെ കോൺഫറൻസ് ഹാളിൽ നടത്തിയ പരിശീലന പരിപാടി മധ്യമേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡോക്ടർ R. ആടലേശ്വരൻ ഉദ്ഘാടനം ചെയ്തു. വനം വിജിലൻസ് വിഭാഗം എറണാകുളം ഡിവിഷനിലെ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ മനു സത്യൻ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകി. നിലവിലുണ്ടായിരുന്ന നിയമത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചും പുതുതായി ചേർക്കപ്പെട്ടിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചും ക്ലാസിൽ പ്രതിപാദിച്ചു. മധ്യമേഖലയ്ക്ക് കീഴിലെ ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർമാർ, അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർമാർ, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാർ എന്നിവർ ക്ലാസിൽ പങ്കെടുത്തു. വന്യജീവി സംരക്ഷണ ഭേദഗതി നിയമം കൂടുതൽ കാര്യക്ഷമമായി ജനോപകാരപ്രദവുമായി നടപ്പിലാക്കുന്നതിന് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാർ മുതൽ ഫോറസ്റ്റ് വാച്ചർമാർ വരെയുള്ള സംരക്ഷണ വിഭാഗം ജീവനക്കാരെ ഉൾപ്പെടുത്തി ഈ വർഷം ഫെബ്രുവരി മുതൽ ജൂൺ വരെ ഘട്ടം ഘട്ടമായുള്ള പരിശീലന പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്ന് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ അറിയിച്ചു. പരിശീലന പരിപാടിയുടെ നോഡൽ ഓഫീസറായി മധ്യമേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ഓഫീസിലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് CO നിബു കിരണിനെ നിയോഗിച്ചതായും ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ അറിയിച്ചു. ചാലക്കുടി സെന്റ് ജെയിംസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസിന്റെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പരിയാരം ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച സപ്തദിന ക്യാമ്പ് പരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. സെന്റ് ജെയിംസ് മെഡിക്കൽ അക്കാദമി അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ മനോജ് മേക്കെടുത്ത് അധ്യക്ഷനായി. സെന്റ് ജെയിംസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസ് പ്രിൻസിപ്പൽ ഡോക്ടർ K. കൃഷ്ണകുമാർ, പരിയാരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡസ്റ്റിൻ ഡേവിസ്, വാർഡംഗം MC വിഷ്ണു, NSS വളണ്ടിയർ അഖിൽ നൌഷാദ് എന്നിവർ പ്രസംഗിച്ചു. ആയുർവേദ ക്യാമ്പ്, വായനശാല നവീകരണം, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വൃത്തിയാക്കൽ എന്നീ പ്രവൃത്തികൾ നടത്തി.
മാസത്തെ റേഷൻ വിതരണം ഫെബ്രുവരി 4 വരെ നീട്ടിയതായി ഭക്ഷ്യമന്ത്രി GR അനിൽ അറിയിച്ചു. ഫെബ്രുവരി 5-ന് മാസാന്ത്യ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് റേഷൻ വ്യാപാരികൾക്ക് അവധി നൽകും. 6-ാം തീയതി മുതൽ ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിവരെ 68.71% കാർഡുടമകൾ റേഷൻ കൈപ്പറ്റിയിട്ടുണ്ട്. ഗതാഗത കരാറുകളുടെ പണിമുടക്ക് മൂലം ഭക്ഷ്യധാന്യങ്ങളുടെ റേഷൻ വിതരണം പൂർത്തീകരിക്കുന്നതിൽ കാലതാമസമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായി റേഷൻ കടകളിലേക്കുള്ള വാതിൽപ്പടി വിതരണം സുഗമമായി നടന്നുവരികയാണെന്ന് മന്ത്രി അറിയിച്ചു. ഇനിയൊരു ഇടവേള.